എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല ക്രിസ്പി ആയിട്ടുള്ള കുറേ കാലം സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. സമ്മർ വെക്കേഷനൊക്കെ ആയില്ലേ, ഇനിയിപ്പോൾ കുട്ടികളൊക്കെ വീട്ടിൽ തന്നെ കാണും, അവർക്കൊക്കെ കൊടുക്കാൻ വേണ്ടി പറ്റിയതാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 1/4 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഗോതമ്പ് പൊടിയുടെ കൂടെ തന്നെ 1/4 കപ്പ് മൈദ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കിത് മുഴുവൻ ഗോതമ്പ് പൊടിയിൽ വേണമെങ്കിലും തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ മുഴുവൻ മൈദ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഇതുപോലെ പകുതി പകുതിയായിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കൂടെ തന്നെ ഏകദേശം 1 ടീസ്പൂണോളം കറുത്ത എള്ളും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. സാധാരണ വെള്ളമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ തന്നെ കുഴച്ചെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കൂട്ടാണ് ആവശ്യമായിട്ടുള്ളത്. വെള്ളം കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇതുപോലെ നന്നായിട്ട് കുഴഞ്ഞ് വന്നതിന് ശേഷം കൈയെടുക്കാതെ 2 മിനിറ്റ് നേരം നല്ലപോലെ നീഡ് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഈ ഒരു രീതിക്ക് സോഫ്റ്റ് ആയിട്ടുള്ള കൂട്ടാണ് തയ്യാറാക്കേണ്ടത്. ഇതിന് റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഉരുളകളാക്കിയിട്ട് മാറ്റിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലൊരു ഉരുള എടുത്തിട്ട് അതൊന്ന് മൈദയിലോ ഗോതമ്പ് പൊടിയിലോ ഒന്ന് ഡസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. ഒരുപാട് കനം കുറച്ച് പരത്തിയെടുക്കേണ്ട ആവശ്യമില്ല. നമ്മളിതൊന്ന് റോൾ ചെയ്തതിന് ശേഷമാണ് ബാക്കിയുള്ള പരത്തൽ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ഒരു കനത്തിൽ ഞാനിപ്പോൾ ഇവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് ബട്ടറാണ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. ബട്ടറോ അല്ലാന്നുണ്ടെങ്കിൽ നെയ്യോ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ബട്ടറാകുമ്പോൾ ഒന്നും കൂടെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിക്ക് ബട്ടർ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് കോൺഫ്ലോർ ആണ് ഇട്ട് കൊടുക്കുന്നത്. കോൺഫ്ലോർ ഇല്ലാന്നുണ്ടെങ്കിൽ മൈദ ഇട്ട് കൊടുക്കാം. കോൺഫ്ലോർ ആകുമ്പോൾ ഒന്നും കൂടെ ക്രിസ്പി ആയിട്ട് കിട്ടും. അപ്പോൾ അത് ഇതുപോലെ അരിപ്പയിലൂടെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ എത്തും. കോൺഫ്ലോർ നല്ല നൈസായിട്ടുള്ള പൊടി ആയതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ഒരു ഭാഗത്ത് നിന്നും ഇതുപോലെ ടൈറ്റായിട്ട് ഒന്ന് പ്രസ് ചെയ്ത് മടക്കിയെടുക്കാം. ഇതുപോലെ മടക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഒന്നും കൂടെ പരത്തിയെടുക്കാം. വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ ചെയ്താൽ മതി. ഒരുപാട് കനം കുറച്ച് പരത്തേണ്ട ആവശ്യമില്ല. ഒരു ചെറിയ കനത്തിൽ വേണം പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. പരത്തിയെടുത്തതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇഷ്ടമുള്ള വലുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഈ ഒരു വലുപ്പത്തിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതുപോലെയാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നത്. ഇത് ആയി വരുമ്പോൾ ഒരുപാട് ലെയറുകളോടെ ഇരിക്കും. അപ്പോൾ ഇതുപോലെ എല്ലാം തന്നെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഡീപ് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ ചൂടാക്കാൻ വേണ്ടി വെച്ചിരുന്നു. എണ്ണ മീഡിയം ചൂടേ ആകാൻ പാടുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. മീഡിയം ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം ആദ്യം അനക്കാനൊന്നും നിൽക്കണ്ട. കുറച്ച് സമയം കഴിയുമ്പോഴേക്കും അതിൻ്റെ ലെയറുകളൊക്കെ നന്നായിട്ട് വിടർന്ന് വരും. അത് ആ ഒരു ഭാഗം നന്നായിട്ട് ക്രിസ്പിയായി വന്നതിന് ശേഷം മാത്രം തിരിച്ചിട്ട് കൊടുത്താൽ മതി. അങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. കുറച്ച് കളറൊക്കെ മാറുമ്പോൾ ഫ്ലെയിം മീഡിയത്തിലോട്ടേക്ക് മാറ്റിക്കോളൂ. അപ്പോൾ നന്നായിട്ട് കളറൊക്കെ കിട്ടിക്കോളും. നല്ല ക്രിസ്പി ആയിട്ടും വന്നോളും. ആദ്യമേ ഹൈ ഫ്ലെയിമിൽ വെച്ച് ചെയ്യരുത്. അപ്പോൾ അത് ഉള്ളോളം കറക്റ്റായിട്ട് വെന്ത് വരില്ല. ഈ ഒരു കളറാകുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ റെഡിയാക്കി എടുക്കാം. നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമുക്കിതിവിടെ കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ ബാക്കിയുള്ളതൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് ഇങ്ങനെ തന്നെ കഴിക്കാം. ഒരു ചെറിയ ഉപ്പ് രുചിയൊക്കെ കാണും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് എരിവിട്ടിട്ടും കഴിക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ മധുരമാണ് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ 1/4 കപ്പ് വെള്ളം ഒഴിച്ച് പഞ്ചസാര പാനിയാക്കാൻ വേണ്ടി വയ്ക്കാം. പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞ് വരട്ടെ. പഞ്ചസാര ഇതുപോലെ അലിഞ്ഞു വന്നതിന് ശേഷം ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിനായിട്ട് 1/4 ടീസ്പൂണിൻ്റെ പകുതി അളവ് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് ഒറ്റനൂൽ പരുവാകുന്നത് വരെ വേണം കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നോക്കൂ, അത് നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട്. നല്ല ഒരു നൂൽ പരുവാകണം. ഒരു നൂൽ പരുവത്തിൻ്റെ ഒരപ്പുറം കടന്നാലും കുഴപ്പമില്ല. 2 നൂൽ പരുവത്തിന് തൊട്ട് മുന്നേ ആയിട്ട് മാത്രം എടുത്താൽ മതി. ഈ ഒരു പാകത്തിനാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാം. ഈ ഒരു സമയമാകുമ്പോഴേക്കും ആ ഒരു തയ്യാറാക്കി വെച്ചതിൻ്റെ ചൂടൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ടാകും. ചൂട് ഒരല്പം മാറിയതിന് ശേഷം ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത്. ഇനി ഇത് എല്ലാ ഭാഗത്തേക്കും പഞ്ചസാര പാനി എത്തുന്ന രീതിക്ക് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഒരുപാട് പൊടിയാതെ മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ മെല്ലെ വേണം ചെയ്യാൻ. ഇത് വീഡിയോ സ്പീഡായതുകൊണ്ടാണ് നിങ്ങൾക്ക് സ്പീഡ് ചെയ്യുന്നതായിട്ട് തോന്നുന്നുണ്ടാകുക. മെല്ലെയാണ് ചെയ്തിരിക്കുന്നത്. കുറച്ച് സമയം കഴിയുമ്പോഴേക്കും പഞ്ചസാര പാനിയൊക്കെ നന്നായിട്ട് ഉണങ്ങി അത് നല്ലപോലെ കവർ ചെയ്ത് വരും. ഈ ഒരു പാകത്തിനായി കിട്ടും. ഇത് നല്ല ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ ഇത് നമുക്ക് കുറേ കാലം സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും. നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുക. ഇതിൻ്റെ ക്രിസ്പിനെസ് ഒട്ടും തന്നെ പോകില്ല. നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിൽ സ്റ്റോർ ചെയ്തെടുത്താൽ മതി. ഇതിനെ മടക്കുന്ന അല്ലെങ്കിൽ കാജ എന്നൊക്കെ പറയാം. എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്ത് ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.